മലങ്കോളും കേട്ടണെങ്കിലും ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇത് പിടിച്ചടാ. വയററിയാണ്ട് ഓർന്ന് വലിച്ചു വരുന്നുണ്ട്. കാലത്തിന് നോക്കാനിക്കായിരിക്കാ നീ. ആ മീൻകൂട്ടാൻ മുഴുവൻ തീർത്താണല്ലോ, എനിക്കറിയാതെ. ഇത് മീൻകൂട്ടാന്റെ അല്ല, കുറച്ചു ദിവസം മുമ്പ് രണ്ടുപേരും കൂടി കട്ടുന്നതിന്റെയാ. ആണോടി? പിന്നല്ലാതെ. ചേട്ടാ, ചെലവിയാണ്ട് ഇവിടുന്ന് മുങ്ങിക്കളാന്ന് വിചാരിക്കണ്ടാട്ടാ. നീ തിരുമടി ഇതൊക്കെ നോക്കാം. ഞാൻ പോയിക്കോട്ടെ. നീ ആദ്യം ഞാൻ വല്ല കഴിക്കാൻ നോക്കടാ. ഇന്നലത്തെ പഴങ്കഞ്ഞിയും പിന്നെ ഞാൻ മീൻകൂട്ടാനൊക്കെ കാണും. നീ എവിടേക്കും പോകണ്ടാ, എൻ്റെ കൂടെ വന്നു. നിന്നെ ഞാൻ നല്ല ഒന്നാന്തരം കള്ളനാക്കി കൈത്തരാം. പോരെ? ഭയങ്കര രഹസ്യമായിട്ട് നിനക്ക്. വാ. എങ്ങടത്? അതെ, വെയിലത്തെ നീ കളിക്കണട്ടാ. അപ്പനെ പോലെ കറുത്തു പോവും. പുതിയ ശിഷ്യനെ കാണുമ്പോ ഡാൻസിക്ക് ഒരു ഇളക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ട്യൂഷൻ മാസ്റ്റർക്ക് ലവ് ലെറ്റർ കൊടുത്ത മുതലല്ലേ ഇളക്കുണ്ടാവും. ദാസൻ മീനൊന്നും കൊണ്ടുവന്നില്ല. ഇന്നവും വന്നില്ലെന്നേ. അവനതുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു 1.5 കിലോ മേടിച്ച് വറുത്ത് പൊരിച്ചങ്ങോട്ട് തിന്നായിരുന്നല്ലേ. പിന്നല്ലാണ്ട്. ആ പുത്തിരി പറിച്ച മാമേ, കഞ്ഞി കുടിച്ചാ? അതിന് പണത്തോളം വിശപ്പില്ല മോനെ. കാലത്തെ കാപ്പിയുള്ള ഒരു അറക്ക് കുടിച്ച പടിമ വെയിലെത്തണ വരെ ഒന്നും വേണ്ട. വായ അങ്ങട് കഴിച്ചു. പിന്നെ ഉച്ച ആകുമ്പോ ഒരു പിടി ഉപ്പിന്റെ കഞ്ഞാ കുടിക്കും. അതല്ലാണ്ട് ഒരു അരി ഭക്ഷണം ഇല്ല മോനെ. ഡാ മോനെ ബെന്നിയെ, ഒരു 100 ഉറുപ്പ്യ ഉണ്ടാവോ അമ്മാമ്മയ്ക്ക് തരാൻ? ഓല മെടഞ്ഞാൽ കാശ് കിട്ടുമ്പോ തിരിച്ചു തരാം. റോസിയെ ഒരു 200 എടുത്ത് അമ്മാമ്മയ്ക്ക് കൊടുത്തേ. എടുത്ത് വെച്ചിരിക്കില്ലേ കൊടുക്കാൻ. വടിയും കുത്തി വന്നോളും തള്ള. മോനെ ബെന്നിയെ, അവിടെ ഇരിക്കി. നീ വല്ലതും അറിഞ്ഞോ ഇവിടുത്തെ കാര്യങ്ങള്? സുമതിയുടെ ആങ്ങളച്ചക്കല്ലേ, ആ പേർഷ്യല്ലോ. അവന്റെ ഭാര്യ ഒരു നസ്രാണി ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഉണ്ടായിരുന്ന പൊന്നും പണ്ടൊക്കെ അവള് കൊണ്ടുപോയി. നിനക്കൊന്നും അവിടെ കേറായിരുന്നില്ലടാ. നിന്നോടത്ത് നനങ്ങാട്ടി ഒരു അടി നടക്കാൻ വയ്യ മോളെ. എന്നാ ഞാൻ പോട്ടെ മോൻ, പോട്ടെട്ടോ. ഇങ്ങനെ പോണവർക്കും വരുന്നവർക്കും ഒക്കെ വാരിക്കോരി കൊടുത്തിട്ടാ ഇപ്പോഴും ഈ ഓടി വീട്ടിൽ തന്നെ കിടക്കണത്. ആ എട്ടിത്തറയിലെ ശങ്കുരിക്കളനെ ടൗണിലെ കണ്ണായ സ്ഥലത്ത് ആ പൊന്നുവില കൊടുത്ത് ഭൂമി വാങ്ങിയത്. ഇത് വല്ലതും അറിയണണ്ടാ? നീയേ ഒരു കാര്യം ചെയ്യും, ആ ശങ്കുരിക്കളന്റെ കൂടെ പോയി താമസിച്ചു. എന്താ എടീ, ആശാൻ എപ്പോഴും പറയും പണം ഇന്ന് വരും നാളെ പോകും, പയക്കരുത് പാക്കരാന്ന്. എടീ, നല്ലൊരു കള്ളൻ എന്ന് വെച്ചാ നല്ലൊരു കമ്മ്യൂണിസ്റ്റാ. ഉള്ളവന്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. കൂട്ടി വെച്ച കള മുതൽ വാഴിലെ റോസി. ചെല്ലു.